ഒരു നൂറ്റാണ്ടിലേറെയായി സ്ത്രീ ശരീരത്തിൽ ഉപയോഗശൂന്യമായ ഒരു അവയവമായി കണക്കാക്കിയിരുന്ന റീട്ടെ ഓവറി എന്ന ഭാഗം അണ്ഡാശയങ്ങളുടെ വികാസത്തിനും പ്രത്യുൽപാദന ശേഷിക്കും അത്യന്താപേക്ഷിതമാണെന്ന് പുതിയൊരു പഠനം കണ്ടെത്തിയിരിക്കുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ വികാസത്തിന്റെ അവശേഷിപ്പായി കണക്കാക്കിയിരുന്ന ഈ ഘടന മുതിർന്ന സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു സുപ്രധാന പങ്കും വഹിക്കുന്നില്ലെന്നായിരുന്നു ഇതുവരെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ ലൈഫ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം റീട്ടെ ഓവറിക്ക് അണ്ഡാശയ പ്രവർത്തനത്തിലും അതുവഴി പ്രത്യുൽപാദന ശേഷിയിലും ഒരു പ്രധാന പങ്കുണ്ടെന്ന് തെളിയിക്കുന്നു. ഈ ഘടനയ്ക്ക് 3 വ്യത്യസ്ത ഭാഗങ്ങളുണ്ടെന്നും ഹോർമോൺ സിഗ്നലുകളോട് പ്രതികരിക്കാൻ കഴിയുമെന്നും പഠനം പറയുന്നു. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ സാധാരണയായി വൾവ, യോനി, സെർവിക്സ്, ഗർഭപാത്രം, അണ്ഡവാഹിനി കുഴൽ, അണ്ഡാശയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പട്ടികയിലേക്ക് റീട്ടെ ഓവറിയെ കൂടെ ഉൾപ്പെടുത്താനും സ്ത്രീ പ്രത്യുൽപാദന പ്രവർത്തനത്തിന്റെ ഒരു അധിക ഘടകമായി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ശാസ്ത്രജ്ഞർ തയ്യാറെടുക്കുകയാണ്. ഈ പഠനം എലികളിലാണ് നടത്തിയത്. എന്നാൽ പശുക്കൾ, പൂച്ചകൾ, ആടുകൾ, പന്നികൾ, നായ്ക്കൾ, കുരങ്ങുകൾ എന്നിവയിൽ ഉൾപ്പെടെ നിരവധി സസറ്റ്നി വർഗങ്ങളിലും ഈ ഘടന നിലവിലുള്ളതിനാൽ ഇത് മനുഷ്യരിലും സമാനമായിരിക്കുമെന്ന് ഗവേഷകർ കരുതുന്നു. കൂടാതെ മനുഷ്യരിലും എലികളിലും ആദ്യകാല ലൈംഗിക അവയവ വികാസ വഴികൾ സമാനമായതിനാൽ ഈ ഘടനയും അതിൻ്റെ വികാസവും മനുഷ്യരിൽ സമാനമായിരിക്കുമെന്നും ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. അണ്ഡാശയത്തിന് താഴെ രക്തക്കുഴലുകളും നാഡികളും പ്രവേശിക്കുന്ന ഭാഗത്ത് കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ട്യൂബുകളുടെ ഒരു ശൃംഖലയാണ് റീട്ടെ ഓവറി. ഈ ഘടന സസറ്റ്നികൾക്കിടയിൽ വളരെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും 1870 മനുഷ്യരിൽ ഇത് ആദ്യമായി കണ്ടെത്തിയപ്പോൾ ശാസ്ത്രജ്ഞർ ഇതിന് ഒരു ഉപയോഗവും ഇല്ലെന്ന് വിധി എഴുതി. ശാസ്ത്രജ്ഞർക്ക് ശരീരത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ട് ഇതിന് ഒരു ലക്ഷ്യവുമില്ലെന്ന് അനുമാനിച്ചു. അക്കാലത്ത് ശാസ്ത്രജ്ഞർക്ക് ഇന്ന് ലഭ്യമായ ഇമേജിംഗ്, മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ ടെക്നിക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇവ രക്തയോട്ടത്തിലെ മാറ്റങ്ങൾ, ആന്തരിക ഘടനകളുടെ വലുപ്പമാറ്റങ്ങൾ അല്ലെങ്കിൽ റീട്ടെ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾ കണ്ടെത്താനും അവ മറ്റു ശരീരഭാഗങ്ങളിൽ സമാനമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രോട്ടീനുകളുമായി താരതമ്യം ചെയ്യാനും നമ്മെ പ്രാപ്തമാക്കുന്നു. പുതിയ പഠനത്തിൽ ഗവേഷകർ ആധുനിക രീതികൾ ഉപയോഗിച്ച് റീട്ടെ ഓവറിയെക്കുറിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുകയാണ്. ചില പരീക്ഷണങ്ങൾ ജീവനുള്ള എലികളിൽ നടത്തി ഗർഭപാത്രത്തിൽ റീട്ടെ ഓവറി എങ്ങനെ വികസിക്കുന്നു എന്ന് പഠിക്കാൻ സാധിച്ചു. പഠനത്തിൽ വിശകലനം ചെയ്ത മറ്റു കോശങ്ങൾ ദയാവധം ചെയ്ത മൃഗങ്ങളിൽ നിന്ന് ശേഖരിച്ചവയാണ്. റീട്ടെ ഓവറിക്ക് 3 വ്യത്യസ്ത ഭാഗങ്ങൾ ഉണ്ടെന്നാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത്. ഇവ ഭ്രൂണാവസ്ഥയിൽ വികസിക്കുകയും മുതിർന്ന അവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഭാഗങ്ങളിൽ അണ്ഡാശയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇൻട്രാ ഓവേറിയൻ റീട്ടെ, ഒരറ്റത്ത് ഒരു ബൾബായി ചേരുന്ന ചുരുണ്ട ട്യൂബുകൾ കൊണ്ട് നിർമ്മിച്ച എക്സ്ട്രാ ഓവേറിയൻ റീട്ടെ, കൂടാതെ ഇവയ്ക്കിടയിലുള്ള ഒരു സംക്രമണ മേഖലയായ കണക്റ്റിംഗ് റീട്ടെ എന്നിവ ഉൾപ്പെടുന്നു. റീട്ടെ ഓവറിയുടെ കോശങ്ങൾ ഹോർമോൺ റിസപ്റ്ററുകൾക്ക് കോഡ് ചെയ്യുന്ന ജീനുകൾ പ്രകടിപ്പിക്കുന്നു. ഇതിൽ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ റിസപ്റ്ററുകൾ ഉൾപ്പെടുന്നു. ഈ ഹോർമോണുകൾ സ്ത്രീ പ്രത്യുൽപാദനത്തിലും ആരോഗ്യത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ആർത്തവ ചക്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ഈ പഠനത്തിന് പിന്നിലുള്ള ഗവേഷകർ നിർദ്ദേശിക്കുന്നത് എക്സ്ട്രാ ഓവേറിയൻ റീട്ടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഹോർമോണുകളിലൂടെയും നാഡികളിലൂടെയും സിഗ്നലുകൾ സ്വീകരിക്കാൻ ഒരു ആന്റിനയായി പ്രവർത്തിച്ചേക്കാം എന്നാണ്. തുടർന്ന് അത് പുറത്തുവിടുന്നതും കൊണ്ടുപോകുന്നതുമായ പ്രോട്ടീനുകളിലൂടെ ആ വിവരങ്ങൾ അണ്ഡാശയത്തിലേക്ക് അയക്കുന്നു. സ്ത്രീ ശരീരഘടനയെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. റീട്ടെ ഓവറി ഉപയോഗശൂന്യമാണെന്ന പരമ്പരാഗത കാഴ്ചപ്പാടിനെ ഈ ഗവേഷണം വെല്ലുവിളിക്കുന്നു. പകരം അതിന് നിരവധി പ്രവർത്തനങ്ങളുണ്ടെന്ന് ഇത് നിർദ്ദേശിക്കുന്നു. റീട്ടെ ഓവറി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയാൽ ഭാവിയിൽ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ അവസ്ഥകൾ നന്നായി മനസ്സിലാക്കാനും ചികിത്സിക്കാനും ശാസ്ത്രജ്ഞരെ സഹായിച്ചേക്കാം. എൻഡോക്രൈൻ സിസ്റ്റം ഗൈനക്കോളജിക്കൽ ആരോഗ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ മേഖലയിലെ ഏതെങ്കിലും ഘടനകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് വിവിധ അവസ്ഥകൾ ചികിത്സിക്കുന്നതിൽ പുതിയ ചികിത്സാ മാർഗങ്ങളും അവസരങ്ങളും തുറന്നു നൽകാൻ സാധ്യതയുണ്ട്.